യൂത്ത് കോൺഗ്രസ് കല്ലുവാതുക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചു. അനുസ്മരണ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു വിജയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കല്ലുവാതുക്കൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നിതിൻ കല്ലുവാതുക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അജിത് ലാൽ സ്വാഗതം ആശംസിച്ചു. DCCയുടെ ജനറൽ സെക്രട്ടറി പ്രതീഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. കല്ലുവാതുക്കൽ UDFന്റെ ചെയർമാൻ G അഭിലാഷ്, കോൺഗ്രസിന്റെ കല്ലുവാതുക്കൽ മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു വിജയനെ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ചെയർമാൻ റുവൽ സിംഗ് M സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. KSU ജില്ലാ സെക്രട്ടറി വിഷ്ണു നാരായണൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണ പരിപാടികൾ നടന്നു വരുന്ന ഒരു സമയത്താണ് ഇന്ന് നമ്മൾ ചേർന്നിരിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളമായാലും മഹാരഥന്മാരായ ഒട്ടനവധി നേതാക്കന്മാർക്ക് ജന്മം നൽകിയ ഒരു നാടാണ് കേരളമെന്ന് പറയുന്നത്. എന്നാൽ മരണപ്പെട്ടിട്ട് ഓരോ വർഷം കഴിയും തോറും ആ മരണത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുകൾ, അതല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ, അദ്ദേഹം ചെയ്ത കൃതജ്ഞതാപൂർവം ഈ കേരളം ഇത്രമാത്രം ഓർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരൊറ്റ പേര് എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറ് മാത്രമാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭരണാധിപൻ എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലെയും കരസ്പർശം ഏർപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും തോളോട് തോൾ ചേർത്തുകൊണ്ട് അരികിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ഒരു വലിയ കാലഘട്ടം നമ്മുടെ കേരളത്തിൽ ജീവിച്ചതിൻ്റെ ചരിത്ര അടയാളങ്ങളാണ് ഇന്നും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിനെ ഒരു നീതിമാനായ ഭരണാധികാരിയായി നെഞ്ചിലേറ്റിക്കൊണ്ട് ആ നീതിമാനായ ഭരണാധികാരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ, സ്മരണകൾക്ക് മുമ്പിൽ ഈ കേരളമാകമാനം ഇന്ന് ഈ അനുസ്മരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത് ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്ന, പാവപ്പെട്ടവർക്ക് ആഹാരം നൽകുന്ന, പാവപ്പെട്ടവർക്ക് അത്താണിയാകുന്ന കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടുമാണ് അനുസ്മരണ പരിപാടികൾ ഏറെയും നടക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും അദ്ദേഹം ഭരണാധികാരിയായപ്പോഴും ഭരണാധികാരി അല്ലെങ്കിലും ജനങ്ങളെ ചേർത്തു നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ കേരളത്തിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, ഇനി ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും മലയാളികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ അവസാനം രോഗം മൂർച്ഛിച്ച സമയത്തും നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ പല വിഷയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സിറിയയിലെ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തടവിലാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലയ്ക്കുന്ന ഒരു കാലഘട്ടത്തിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന് ഡോക്ടർമാർ ശബ്ദിക്കരുത് അല്ലെങ്കിൽ ഇനി സംസാരിക്കരുത് എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ പോലും ഈ നാട്ടിലെ സമൂഹത്തിന് വേണ്ടി ശക്തമായി ഇടപെട്ട ഒരു ഭരണാധിപതിയാണ് നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ കാണുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പഠന വിഷയമാണ്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവേണ്ടത്, എങ്ങനെയാണ് രാഷ്ട്രീയ നേതാവ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഭരണാധികാരിയായാൽ ജനങ്ങളോട് പാലിക്കേണ്ട അകലം നിശ്ചയിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ്
ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപത്യത്തിലേക്ക് കടന്നു വന്നാൽ വികസനം കൊണ്ടുവന്ന ഈ നാട്ടിലെ മഹാത്മാഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ വികസനമെന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പട്ടിണി പാവങ്ങളുടെ പുഞ്ചിരിയിൽ തൂകുന്നതായിരിക്കണം നാടിൻ്റെ വികസനമെന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ ചേർത്ത് പിടിക്കുന്ന വികസനമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ജനസമ്പർക്ക പരിപാടി നമുക്കാർക്കും മറക്കാൻ സാധിക്കുകയില്ല. ഒരു പ്രഭാതം മുതൽ രാത്രിയിൽ അവസാനത്തെ ആളിനെ കാണുന്നവരെ ആ ഭരണാധികാരി, നമുക്കറിയാം ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരുമൊക്കെ തന്നെ ക്ഷീണിച്ചവശരാകുമ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിസ്മരണീയമായ ഊർജത്തോടുകൂടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനസമ്പർക്കം കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ, കാരുണ്യ ബെനിഫിറ്റ് ഫണ്ട് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ക്യാൻസർ ചികിത്സയിൽ ഉൾപ്പെടെ അങ്ങനെ ഓരോരോ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവരെയും കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ള എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വർഷം പകരുവാൻ ഉമ്മൻചാണ്ടി സാറിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാ തരത്തിലുമുള്ള കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പാവപ്പെട്ടവരോടൊപ്പം നിന്നുകൊണ്ടുള്ള അനുസ്മരണ പരിപാടികളാണ് ഈ കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവിടെ സമുദ്രതീരം പോലെ പാവപ്പെട്ടവരെ സഹായിക്കുവാൻ വേണ്ടി പാവങ്ങളുടെ ഒരു അത്താണിയായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹനീയ സ്ഥാപനത്തിൽ വെച്ച് തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അദ്ദേഹം കേരളത്തിൽ കൊണ്ടുപോകുന്ന വികസനത്തിൻ്റെ പെരുമഴക്കാലം നമ്മൾ അനുഭവിച്ചവരാണ്. നമ്മൾക്കറിയാം, ഉമ്മൻചാണ്ടി സാറിരുന്ന 5 വർഷം എല്ലാവർക്കും 1 രൂപയ്ക്ക് അരിയും, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ 1 രൂപയ്ക്ക് വരെ യാത്ര ചെയ്യാവുന്ന സാഹചര്യം നിലവിലുണ്ടായിരുന്നു. കൊച്ചി മെട്രോ അടക്കം, വിഴിഞ്ഞം തുറമുഖമടക്കം പല വികസന പ്രവർത്തനങ്ങളും ഉമ്മൻചാണ്ടിയുടെ വകയായിരുന്നു എന്ന് പറയുവാൻ നമ്മൾ അഭിമാനിക്കേണ്ട കാലഘട്ടമാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കേന്ദ്രത്തിൽ ഭരണം മാറിയപ്പോൾ അവർ വിട്ടുകളഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് സാധാരണക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്ത വ്യക്തിയുടെ പേരായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയിലൂടെ നമുക്കെല്ലാം അറിയാം, ജനങ്ങളുടെ വിഷമങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്നും കേട്ട വ്യക്തിയാണ്. ഏകദേശം കൊല്ലത്ത് വന്നപ്പോൾ എനിക്കറിയാം, ഏകദേശം 2 ദിവസം അദ്ദേഹം കരിക്കിൻ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട ഒരു വ്യക്തി, ജനങ്ങളില്ലെങ്കിൽ താനില്ല എന്ന് പറയുന്ന വ്യക്തി, അധികാരത്തിൻ്റെ മത്തു പിടിക്കാത്ത, ജനങ്ങളെ തൻ്റെ കർത്തവ്യമാണ്, ജനങ്ങളെ സേവിക്കേണ്ടത് തൻ്റെ കർത്തവ്യമാണ് എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികമാണെന്ന്. അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് എടുത്തു പറഞ്ഞാൽ മതിയാവാത്ത ഒട്ടനവധി വികസന നേട്ടങ്ങളും കരുതലുമാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത്. നമുക്കറിയാം, നമ്മുടെ അച്ഛനമ്മമാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, മുമ്പ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇല്ലായിരുന്ന കാരുണ്യ ബെനിഫിറ്റ് ഫണ്ട്, അത് നിർത്തലാക്കി അത് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു. ആ കാരുണ്യ ബെനിഫിറ്റ് ഫണ്ടിലൂടെ ഒട്ടനവധി ആൾക്കാർ ചികിത്സാ ധനസഹായവും മറ്റും കിട്ടിയിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഒരു കരുത്തായി നമ്മൾ കാണണം. അദ്ദേഹം മരണപ്പെട്ട ദിവസം അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് കോട്ടയത്തേക്ക് എത്തിച്ചേരുവാൻ ഏകദേശം 3 ദിവസത്തിലധികം എടുത്തു എന്നുള്ളത് അദ്ദേഹത്തെ ജനങ്ങൾ എത്രമാത്രം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ രാത്രി കൊട്ടാരക്കയിൽ നിന്നും പന്തളത്തേക്ക് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ നമ്മളും അനുഗമിച്ചിരുന്നു. ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കൊണ്ട് പൂക്കളും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആരും വിളിച്ചിട്ട് വന്നവരല്ല. രാത്രി 12 മണിക്കും രാത്രി 1 മണിക്കും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയെ, അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാൻ ജനങ്ങൾ റോഡരികിൽ കൂടി നിന്നു എന്നുള്ളത് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ എത്ര പ്രീതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ജനങ്ങളെ ഇത്രയേറെയും സ്നേഹിച്ച ജനനായകൻ്റെ 3ാം ചരമവാർഷികമാണ്. ആ ചരമവാർഷികത്തോടനുബന്ധിച്ച്
യൂത്ത് കോൺഗ്രസ് കല്ലുവാതുക്കൽ മണ്ഡലം കമ്മിറ്റി ഇന്നിവിടെ ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം ഉൾപ്പെടെ അതുപോലെ തന്നെ മെട്രോ, കൊച്ചിൻ മെട്രോ, കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ ഈ കേരളത്തിനായി സംഭാവന ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും ജനക്ഷേമപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ചും പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി കഥകളുണ്ട്. ഇരിക്കുന്ന ഓരോരുത്തർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളുള്ളവരാണ്. ഉമ്മൻചാണ്ടി സാറിനെ കാണുവാനും കാണുന്ന സമയങ്ങളിൽ ഉമ്മൻചാണ്ടി സാർ പലപ്പോഴും ഞാൻ കണ്ട സാഹചര്യങ്ങൾ, ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ആദ്യം കാണുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറ് ഒരു പരാതി കൊടുക്കാനായിട്ടാണ് കാണുന്നത്. KSUവിൻ്റെ ഭാരവാഹിയാണ്. അന്ന് ഞാനും വിഷ്ണു വിജയനുമൊക്കെ KSUവിൻ്റെ സമരമുഖത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ KSU എന്ന പ്രസ്ഥാനത്തെ എന്താണ്, എങ്ങനെയുണ്ട് എന്നുൾപ്പെടെ ചോദിക്കുന്ന KSUക്കാരനായി മാറുന്ന ഉമ്മൻചാണ്ടി സാർ. ഇതുപോലെ ഒരു കൊച്ചുകുട്ടി തന്നെ ഒരു കാര്യം പറഞ്ഞാൽ പോലും മനസ്സുകൊണ്ട് കേട്ട് അത് ചെയ്തു കൊടുക്കുന്ന ഉമ്മൻചാണ്ടി സാർ. അതായിരുന്നു കേരളത്തിലെ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ മരണം പോലും ഒട്ടനവധി ആളുകളെ വേദനിപ്പിച്ചും കരയിപ്പിച്ചുമാണ് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നത്. ആ സമയത്തും ഒട്ടനവധി കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പദ്ധതികൾ, ഒരുപാട് പേർക്ക് ശ്രവണശക്തിയും ഉൾപ്പെടെ നൽകിയ പദ്ധതികൾ കൊണ്ടുവന്ന പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ 3ാം ചരമവാർഷികം ഇവിടെ നമ്മൾ കല്ലുവാതുക്കൽ സമുദ്രതീരത്ത് വെച്ച് നടത്തണമെന്ന് ആലോചിച്ചു. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ കൃത്യമായി നമ്മളൊരു പരിപാടി ചാർട്ട് ചെയ്തു. നമുക്കറിയാം, യോഗത്തിൽ എനിക്ക് എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സമുദ്രതീരവും ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ പുതിയൊരു സെൻറ്റർ, നമ്മുടെ ഉദ്ഘാടകൻ ഉൾപ്പെടെ ആ പുതിയ സെൻറ്റർ കാണുകയുണ്ടായി. അത് ഈ നാടിൻ്റെ ഒരുപാട് മേഖലയിൽ പല ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ സെൻറ്ററിലേക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നേത്ര ചികിത്സാ ക്യാമ്പ് ഉൾപ്പെടെ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങളുമാണ് നടത്തി മുമ്പോട്ട് പോകുന്നത്. ഇത്തരങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തി മുമ്പോട്ട് പോകുമ്പോൾ അധിക ബാധ്യതയാണ് നമുക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇത്തരം ബാധ്യതകൾ കാരണം നമ്മുടെ പുതിയ സെൻറ്ററിലേക്ക് നമുക്ക് പ്രവർത്തനം മാറ്റുവാൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടനവധി കാര്യങ്ങൾ ഇനി അവിടെ ചെയ്തു തീർക്കാനുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒട്ടനവധി CSR ഫണ്ടുകൾ തരാൻ കഴിയുന്ന കമ്പനികൾ ഉൾപ്പെടെയുണ്ട്. നമ്മളെ അത്തരത്തിലുള്ള എല്ലാവരും സഹായിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ യോഗത്തെ ഇനി സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ ശ്രീ നിതിൻ കല്ലുവാതുക്കലിൻ്റെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ യോഗത്തിൽ ഉദ്ഘാടകനായി ഞാൻ വിളിച്ചപ്പോൾ തന്നെ പലപ്പോഴും നാട്ടിൽ കാണാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓഫീസുള്ള, ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഓഫീസുള്ള പ്രിയപ്പെട്ട വിഷ്ണു വിജയൻ അഡ്വക്കേറ്റാണ്. റോയൽ വിഷൻ കൺസൾട്ടൻസി എന്ന വലിയ സ്ഥാപനം നടത്തിയാണ്. KSUവിൻ്റെ മുൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഇപ്പം നിലവിൽ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം എത്താമെന്ന് അറിയിച്ചു. ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ വിഷ്ണു വിജയനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മുഖ്യപ്രഭാഷണം നടന്ന നമ്മുടെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും DCCയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ പ്രതീഷ് കുമാർ അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന UDFൻ്റെ ചെയർമാൻ ശ്രീ അഭിലാഷ് അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ യോഗത്തിൽ പങ്കെടുത്തു KSUവിൻ്റെ ജില്ലാ ഭാരവാഹി വിഷ്ണുനാരായണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി ശ്യാംദാസ് ഉൾപ്പെടെ, ശ്രീരാജ് ഉൾപ്പെടെ, ആശ ഉൾപ്പെടെ എല്ലാവരെയും ഒറ്റ വാക്കിൽ. അതുപോലെ തന്നെ യോഗത്തിൽ സ്വാഗതം പറയേണ്ടുള്ള ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ റൂൽ സിംഗ് അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്ത് ഉള്ള സ്ഥലങ്ങളിൽ പോലും ഉമ്മൻചാണ്ടി സാറിൻ്റെ 3ാമത് ചരമദിനവുമായി ബന്ധപ്പെട്ട അനുസ്മരണ സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെ ഇതുപോലെ നടന്നു വരികയാണ്. നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇവിടെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതുപോലുള്ള വയോജന കേന്ദ്രങ്ങളിൽ, ഇതുപോലെയുള്ള അഭയ സങ്കേതങ്ങളടക്കമുള്ള സ്ഥലങ്ങൾ, പത്തനാപുരം അടക്കമുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലാണ്. കാരണം
അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു, സാധാരണ നമ്മൾ മുഖ്യമന്ത്രി എന്ന് കേട്ട് കഴിഞ്ഞാൽ ധാരാളം മുഖ്യമന്ത്രിമാരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ അടുത്ത് ചെല്ലുക എന്ന് പറയുന്നത് പോലും സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല. പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും VIP ഏതെങ്കിലും MLA മാരുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉയർന്ന നേതാക്കന്മാരുടെയൊക്കെ ശുപാർശയും അവരുടെ കൂടെ പോയാൽ മാത്രമേ ഉള്ളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളിന് ഒരു മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് ചെന്ന് നിൽക്കുവാനും നമ്മുടെ കയ്യിലുള്ളൊരു പരാതി അദ്ദേഹത്തെ നേരിട്ട് കൊടുക്കുവാനും സാധിക്കുന്നു. ഇല്ലെങ്കിൽ മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒക്കെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉദ്യോഗസ്ഥർ ഈ പരാതി മേടിച്ച് അവരത് പരിശോധിച്ച് നടപടിയെടുക്കുകയാണ്. പക്ഷേ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്ത് ഏതൊരാളിനും കയറി ചെല്ലുവാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഒരു ദിവസം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കസേരയിൽ പോലും അവിടെ സുഖമില്ലാതെ വന്ന ഒരാൾ മുഖ്യമന്ത്രി ഇല്ല, ഇവിടെ മറ്റുള്ള ആളുമായിട്ട് ഇതുപോലെ ഒന്ന് പരാതികൾ കേൾക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് സുഖമില്ലാതെ അവിടെ വന്ന ഒരാൾ ആ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്നു. ഒന്നാലോചിച്ച് നോക്കണം, വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോഴേ ജയിലിൽ കിടക്കേണ്ട കുറ്റമാണ്. പക്ഷേ അദ്ദേഹം വളരെ തമാശയോടുകൂടിയ കസേരയിൽ ഇരുന്ന് അയാളിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് എന്താ വന്നതെന്നൊക്കെ ചോദിച്ച് അയാൾ പറഞ്ഞ പരാതിയും കേട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ച് വിടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ ഉമ്മൻചാണ്ടി സാറിലൂടെ നമ്മൾ കണ്ടത്. ആ ഒരു പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം. ഇപ്പോൾ സാധാരണ ഒരു 10-15 വർഷം MLA ആയി ഒരാളിരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ വീടിനടുത്ത് പോലും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. കാര്യം അത്രത്തോളം പരാതികളായിരിക്കും ആ MLA പറ്റി ആളുകൾ പറയുന്നത്, അവരുടെ പാർട്ടിയിലുള്ള ആളുകളായാലും മറ്റ് ആളുകളൊക്കെ. ഇപ്പോൾ തുടർച്ചയായിട്ട് 50 വർഷക്കാലം, അത് മരണം വരെ അദ്ദേഹം മത്സരിച്ച ആ സ്ഥലത്ത് തുടർച്ചയായി ജയിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്പോൾ എത്രത്തോളം ആ നാട്ടിലുള്ള ആളുകൾ, ഓരോ ആളുകളെയും അല്ലെ ഓരോ വീടും ചെന്ന് കഴിഞ്ഞാൽ അത് അവിടെ ആരുടെ വീടാണെന്നും അവിടെ താമസിക്കുന്ന ആളുകൾ ആരാണെന്നും ഒക്കെ പേരെടുത്ത് വിളിച്ച് പറയാൻ പറ്റുന്ന അത്രയും അടുപ്പം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റർ പോലും ഒട്ടിക്കാതെ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനും അതുതന്നെയാണ് ചെയ്തത്. അദ്ദേഹവും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഇപ്പം പലയിടത്തും വിവാദങ്ങളാണ്, പോസ്റ്റർ ഒട്ടിക്കാൻ പോയവർക്ക് പോലും കൊടുത്ത പൈസയിൽ വരെ കൃത്രിമം കാണിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ പോസ്റ്റർ പോലും അടിക്കാതെ ഇലക്ഷന് ഒരാൾ മത്സരിക്കുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് ആളറിയണമെങ്കിൽ പോസ്റ്റർ കാണണം. അപ്പോൾ ആ നേരിട്ട് കാണാൻ പറ്റാത്തൊരു പോസ്റ്റർ കണ്ടേ സ്ഥാനാർത്ഥി അറിയത്തുള്ളൂ. പോസ്റ്റർ പോലും അടിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ മകനും അവിടെ തിരഞ്ഞെടുപ്പിൽ, ചാണ്ടി ഉമ്മനും അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർ ഏറ്റവും കൂടുതൽ നിങ്ങളെപ്പോലെ പാവങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി ചിലപ്പോൾ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ആളുകൾ. അപ്പം അത്തരത്തിലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ പോയി കണ്ടുവരുമ്പോൾ, നമ്മൾ പണ്ട് രാജഭരണകാലത്ത് രാജാവിനെ കണ്ടിട്ട് വരുമ്പോൾ ചെറിയ എന്തെങ്കിലും വണ്ടിക്കൂലി അല്ലെങ്കിൽ ചെറിയൊരു കിഴിവെടുക്കും. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിനെ പോയി കണ്ടിട്ട് വരുന്ന ഒരു പരാതി പറഞ്ഞിട്ട് വന്ന ഒരാൾ പോലും വെറും കൈയോടെ വരേണ്ടി വന്നിട്ടില്ല. അവർക്കെല്ലാം ചികിത്സാ ധനസഹായം കാരുണ്യ ബലഭനൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആ ചികിത്സയ്ക്ക് ആവശ്യമായ തുക, അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളുമായിട്ട് ചെല്ലുന്ന ആളുകൾക്ക് പോലും ഒരു 5000 രൂപ 10,000 രൂപ കൊടുത്ത് ആ പോകുന്ന ആളുകൾക്ക് അവരുടെ മനസ്സ് നിറഞ്ഞ് തിരിച്ചു വന്ന കാഴ്ചയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആ ചുരുങ്ങിയ കാലഘട്ടം നമ്മളെല്ലാം കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു അനുസ്മരണം ഇവിടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമുദ്രതീരത്ത് വെച്ച് അതിൻ്റെ ചെയർമാൻ റോഹൽ സിംഗ് അടക്കമുള്ള ആളുണ്ട്. അപ്പോൾ ഇവരുടെ സഹകരണത്തോടുകൂടി വിഷ്ണു വിജയൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അനുസ്മരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ അനുസ്മരണ സംഘടിപ്പിച്ചതിന് അജിത് ലാൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് വാക്കുകൾ നടത്തുന്നു. ശ്രീ ഉമ്മൻചാണ്ടി സാർ ഒരു പാഠപുസ്തകമാണ്. എന്തുകൊണ്ടെന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ജനമനസ്സുകളിൽ ജനനായകനായി നിറഞ്ഞു നിന്ന പ്രൗഢ വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അതിന് ഉദാഹരണമായി മുഖ്യപ്രഭാഷണം നടത്തിയ പ്രതീഷ് കുമാർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഏകദേശം 1/2 നൂറ്റാണ്ടിലധികം ഒരു സ്ഥലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിൽ വരാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഏകദേശം 53 വർഷക്കാലം പുതുപ്പള്ളി എന്ന മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പന്ഥാവിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പോസ്റ്റർ പോലുമില്ലാതെ സ്വന്തം മകൻ ജയിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിത്വത്തിൻ്റെ മഹത്വം എന്തായിരിക്കണമെന്ന് നമ്മൾ ആലോചിക്കണം. ചെറുപ്പക്കാർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തീർച്ചയായും അദ്ദേഹത്തെ ഒരു റോൾ മോഡലാക്കുന്നതിൽ ഒരു തെറ്റും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അതിവേഗം ബഹുദൂരം എന്നുള്ളതാണ്. മുമ്പിൽ വരുന്ന ഏത് തരം പ്രശ്നങ്ങളെയും
അത് പരിഹരിക്കാൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിനെ വിളിക്കേണ്ടി വന്നാൽ പോലും ഉമ്മൻചാണ്ടി സാറിന് അതിനൊരു സങ്കോചമോ ഒന്നുമില്ലാതെ യാതൊരു ഭാവഭേദവും കൂടാതെ ഈ കാര്യം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നതിനും ഓർഡർ ഇടുന്നതിനും ഏത് രീതിയിലും ഒരു കാര്യം സാധിച്ചെടുക്കുന്നതിന് തൻ്റേതായ ഒരു കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു അതുല്യ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വേദി പങ്കിടാനുള്ള ഒരു മഹനീയ ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് ഇത്തരുണത്തിൽ ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ യാതൊരു ഭാവഭേദാദികളുമില്ലാതെ ഏത് സമയവും ജനങ്ങളോടൊപ്പം, അതായത് ഒരു പരിപാടിക്ക് വന്നപ്പോൾ കാറിൻ്റെ ടയർ പഞ്ചറായിപ്പോയി, അവിടെ വെയിറ്റ് ചെയ്യാതെ അടുത്ത വണ്ടിയിൽ കയറി, കിട്ടുന്നൊരു വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് നിങ്ങളങ്ങ് വന്നാൽ മതി, കയ്യിൽ ടെലിഫോണില്ല, കയ്യിൽ ഒരു ഡയറി മാത്രം. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ ഭാവഭേദാദികളില്ല, മൊബൈൽ ഫോൺ പോലും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. അധ്യക്ഷൻ പ്രസംഗം പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യമായി 3 ദിവസം കൊണ്ട് ഒരു വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ജില്ലകൾ താണ്ടി കോട്ടയത്തെത്തുന്നിറങ്ങും. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഘടന ജനസമ്പർക്ക പരിപാടിക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അവാർഡ് നൽകുക. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണങ്ങൾക്ക് അതീതനായ ഒരു പ്രൗഢ വ്യക്തിത്വം. ഉദ്ഘാടക പ്രസംഗൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഉമ്മൻചാണ്ടി അനുസ്മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും എല്ലാം നിറയുമ്പോൾ അത് നടക്കുന്ന സ്ഥാപനങ്ങളെന്ന് പറയുന്നത് സമുദ്രതീരം വയോജന കേന്ദ്രം പോലെയുള്ള അശരണർക്ക്, ആലംബഹീനർക്ക് ആശ്രയം നൽകുന്ന വേദികളാണ് പാർട്ടികൾ, യൂത്ത് കോൺഗ്രസ്, സംഘടനകൾ തുടങ്ങിയവരെല്ലാം തിരഞ്ഞെടുക്കുന്നത്. അതിലൂടെ തന്നെ ആ മനുഷ്യൻ്റെ വ്യക്തിത്വവും ഔന്നത്യവും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും വ്യക്തിപ്രഭാവമുള്ള മഹാനുഭവനായ ജനനായകനെ അനുസ്മരിച്ച് സംസാരിക്കുവാൻ അവസരം തന്ന കല്ലുവാതുക്കൽ യൂത്ത് കോൺഗ്രസിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇത്തരം അശരണായ ആൾക്കാരെ ധനേച്ഛ കൂടാതെ, ലാഭേച്ഛ കൂടാതെ, സ്വന്തം പ്രയത്നത്തിൻ്റെ ഒരു ഫലമെടുത്തുകൊണ്ട്, അതിൻ്റെ നിന്ന് ഒരു പങ്കെടുത്തുകൊണ്ട് നാളുകളായി കാണുമ്പോൾ കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന റൂവൽ സിംഗിൻ്റെ മനസ്സ നമിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ഏറ്റവും ഉചിതമായ സ്ഥലമാണ് ഈ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് കല്ലുവാതുക്കൽ മണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയെ പ്രത്യേകമായി ഈ അവസരത്തിൽ സ്നേഹം അറിയിക്കുവാൻ കൂടെ അവസരം ഉപയോഗിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറ് നമുക്കെല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് കുപ്രചരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 18 മാസം പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു എന്നടക്കമുള്ള നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന സമയത്തും അദ്ദേഹം ജീവിച്ചത് എന്നെയും നിങ്ങളെയും എല്ലാം പോലെയുള്ള സാധാരണക്കാരുടെ ഇടയിലാണ്. തീർത്തും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാതെ ആണ് അദ്ദേഹം മരണപ്പെടുന്നത്. അത്രയും സാധാരണക്കാരനായി ജീവിച്ച പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ ഈ ഒരു അവസരത്തിൽ ശരിക്കും കണ്ണീരോടുകൂടി മാത്രമല്ലാതെ ഓർമ്മിക്കാൻ സാധിക്കുകയില്ല. നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ പോയി കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രതീക്ഷയുടെ കൂടെയാണ് പലതവണയും പോയി കണ്ടിട്ടുള്ളത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ജീവനോടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നേരിട്ട് കാണുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു നിലയിൽ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ നിമിഷങ്ങളാണത്. എല്ലാ ആളുകളുടെയും, എല്ലാ തരത്തിലുള്ള ആളുകളുടെയും കണ്ണീരൊപ്പുവാൻ, കനിവ് കാണിക്കുവാൻ അവസരങ്ങൾ തേടി നടന്ന വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാത്രമല്ല, UDF-നെ മാത്രമല്ല, നമ്മുടെ കേരളം മാത്രമല്ല, ഇന്ത്യൻ പൊതു രാഷ്ട്രീയത്തിൽ വലിയ ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അങ്ങേയറ്റം
എന്താ പറയുക, ഇപ്പോഴും ആ ഒരു ഹൃദയവേദന ഇതുവരെ ശരിക്കും മാറിയിട്ടില്ല. എത്രയോ ദിവസങ്ങൾ, എത്രയോ മണിക്കൂറുകൾ കൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോട്ടയത്ത് MC റോഡ് പോലെ ആർക്കും വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡിൽ ഞാനും നിതിനും, യൂത്ത് കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് നിതിനും രാത്രിയും അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിനോടൊപ്പം യാത്ര ചെയ്തതാണ്. ആ വഴിയരികിൽ കാത്തുനിന്ന ആളുകൾ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയ ജനങ്ങൾ, ശരിക്കും അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവതാണ്. എന്ത് പറയണം എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം അത്രയും വലിയ ഒരു തീരാനഷ്ടമാണ്. ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയ ശ്രീ വിഷ്ണു വിജയൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്കും എൻ്റെ പേരിലും യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നിതിൻ കല്ലുവാതിക്കൽ, യൂത്ത് കോൺഗ്രസ് കല്ലുവാതിക്കൽ മണ്ഡലം പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനും എൻ്റെ പേരിലും യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുകയാണ്. പിന്നീട് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ DCCയുടെ ജനറൽ സെക്രട്ടറി പ്രതീഷ് കുമാറിന് യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിക്കുകയാണ്. UDFൻ്റെ മണ്ഡലം ചെയർമാൻ G. അഭിലാഷ് കുമാറിനും ഇവിടെ ഈ യോഗം കണ്ടവരും കേട്ടവരും എല്ലാവർക്കും എൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലും 1000 നന്ദി അർപ്പിക്കുകയാണ്. ഈ യോഗം ഇവിടെ നടത്തുവാൻ ഞങ്ങൾക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്ന സമുദ്രതീരത്തിനും അതിൻ്റെ ചെയർമാൻ റുവൽ സിംഗ് സാറിനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.